നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി ഞാൻ എന്റെ ഡ്യൂട്ടി തുടങ്ങട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ആ കുട്ടി അവിടെ ജയിലിൽ കിടക്കുക. ദ കേരള സ്റ്റോറി താങ്കൾ കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. എവിടെയുള്ളത് നിമിഷം? എവിടെയുള്ളത്? ഉണ്ണി ഇവിടെ വലിയ പൊഷനല്ലേ? നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത പൊഷനല്ലേ? ഉണ്ണി ഗവൺമെന്റിന്റെ ഗസ്റ്റ് അല്ലേ? പെട്ടെന്ന് മൂന്നായില്ലേ? നിമിഷം എവിടെയുള്ളത്? ആരവിടെ കണ്ടത്? കേരളത്തിൽ എത്ര ദിവസം ഓടി? ഞാൻ എന്തോ പറയുന്നു, ഇയാൾ എന്തോ പറയുന്നു. നിമിഷം എവിടെയാ ഉള്ളത്? ഈ രാമസിംഹന്റെ സംഘികളെ പറ്റിച്ചിട്ട് രാമസിംഹൻ അതേപോലെ തന്നെ വേറെ എന്തും ഉണ്ടാണുള്ളത്. നിങ്ങളുടെ ഉള്ളിലുള്ള മതഭ്രാന്തി ഇപ്പൊ പുറത്തു ചാടി. 12 കൊല്ലം കുഴലിട്ടാലും നിവരാത്ത പട്ടിയുടെ വാലില്ലേ, അതുപോലെ ആ തന്റെ മനസ്സ്. ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. നിങ്ങളുടെ ഉള്ളിലുള്ള മതഭ്രാന്ത് പുറത്തു ചാടി. നിങ്ങളുടെ എന്ത് സംസ്കാരമാണ് ഈ ലീഗിന്റെ? നിങ്ങളാണോ ലീഗുകാരൻ? മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്കുക നിലയും വിലയും. നിങ്ങളാണോ ലീഗുകാരൻ? ഇന്ന സംസ്കാരം പഠിപ്പിക്കാൻ രാമസിംഹൻ ആയിട്ടില്ല. കയ്യിലുള്ള സംസ്കാരമായിട്ട് നടന്നാൽ മതി. അല്ല, ഒരു നിമിഷം. അതേ പറയാം. രാമസിംഹൻ ജനങ്ങൾ കേൾക്കുന്നില്ലേ? വൃത്തികെട്ട. താങ്കൾക്ക് സംസാരിക്കാനുള്ള സമയം ഇനി അദ്ദേഹം പറയട്ടെ. വൃത്തികെട്ടവൻ. ശ്രീ രാമസിംഹൻ വൃത്തികെട്ടവെന്നൊക്കെ വിളിച്ചാൽ ഒരു കാര്യം രാമസിംഹ, ആ ദൂരെ നിന്നോണ്ടാണ് എന്റെ അടുത്ത് നിന്നാണ് നിങ്ങൾ ഈ സംസാരിക്കേണ്ടത്. അടിച്ച് കവള കുത്തിയാ പൊട്ടിക്കും. വൃത്തികെട്ടവെന്നൊക്കെ പറഞ്ഞാൽ അടിച്ച് കവള കുത്തിയാ പൊട്ടിക്കും. സംഘികളെ പറ്റിച്ചിട്ട് രാമസിംഹൻ മാന്യമായ സംസ്കാരം ഉപയോഗിക്കും. സംസ്കാരത്തോടെ സംസാരിക്കട ചെറ്റ പട്ടി, പോട പട്ടിയെ മൂനി. പറയട്ടെ, അദ്ദേഹത്തിന് അനുവദിച്ച സമയമാണ് അദ്ദേഹം വരണം കേട്ടോ. കമലാസുരയെ മനസ്സുകൊണ്ടാണ് ഞങ്ങളൊക്കെ നിങ്ങൾ സംഖ്യയാക്കി വെക്കുന്നുണ്ടാ? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. തണ്ടക്കൊക്കെ വിളിക്കാന്ന് പറഞ്ഞാൽ ഈ തണ്ടക്കൊക്കെ വിളിക്കണ ഈ ഇത്ര സംസ്കാര ശൂന്യനൊക്കെ ഇവിടെ കൊണ്ടുവരുത്തുന്ന ഒരാളെ, ഒരു അതിഥിയെ വിളിച്ചു വരുത്തിട്ട് അവനെ തന്തക്ക് വിളിക്കേ. എന്റെ തന്തയ്ക്ക് പറഞ്ഞല്ലോ, തന്തക്കല്ല തന്തയുടെ തന്തയ്ക്ക് വിളിക്കും. ഉടക്കാൻ വരുന്നു. നിന്നെ കുറച്ചു നാളായി ഞാൻ കാണാൻ കാത്തിരിക്കായിരുന്നു. ഇയാൾ ആരാത്? ആര് വിളിച്ചു? PC ജോർജാണത്. ഒരു പുണ്യാളച്ചൻ. നമ്മൾ ഒരുമിച്ച് പറയാൻ പറ്റിയതല്ലേ? നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പുറത്തെടുക്കും. സംവിധാനം പോലും ആദ്യം പഠിക്കും. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പ്രകോപിതരാവുന്ന ഷാഫി? നീ അപ്സെറ്റ് ആവാതിരിക്കുക. എങ്ങനെയാണോ അപ്സെറ്റ് ആവാതിരിക്കുക? ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കല്ലേ? ഒരു മനുഷ്യനെ തന്തക്ക് പെറുക്കാത്തവെന്ന് പറഞ്ഞാൽ മുണ്ട നോക്കിക്കണെന്ന് പറഞ്ഞേ. ഇതങ്ങനെ വിട്ടുകൊടുക്കാവുന്ന കാര്യമല്ല. പിടില്ല ഞാൻ പറയട്ടെ ഷാഫി ചാലിയ. ഒരു മനുഷ്യനെ തന്തക്ക് പെറുക്കാത്തവെന്ന് പറഞ്ഞാൽ കേട്ടിരിക്കണോ അനിൽ നമ്പ്യാരെ? എന്റെ സ്വഭാവം അവന് ശരിക്കും അറിയില്ല. ചാടി കെട്ടിച്ചവിട്ടി കൊട്ടിച്ചവിട്ടി ഇരുത്ത് വലത്ത് തിരിഞ്ഞ് ചാടി വലിഞ്ഞമർന്ന്. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. സത്യം പുറത്തു വരരുത്. സത്യം പുറത്തു വരരുത്. എന്ത് സിനിമക്കാരനാ? ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കരിമിക്ക. ചർച്ച വഴിതെറ്റിക്കാനാണ്. നശിപ്പിക്കാൻ വേണ്ടി വന്ന പിൻവലിക്കാനുള്ള പ്രയോഗം ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? പരാമർശം പിൻവലിക്കും. അദ്ദേഹം പറയാനുള്ളത് കേൾക്കട്ടെ. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? തന്തക്ക് വിളിച്ചത് പിൻവലിക്ക്. ദുർഗന്ധം തന്തക്ക് വിളി പിൻവലിക്കണം. ആ പിൻവലിക്കാതെ ചർച്ച മുന്നോട്ട് വരുന്നത്. കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. തന്തക്കൊന്നും വിളിച്ചിട്ടില്ല. പ്ലീസ് രാമസിംഹൻ തുടരാം. അത് ശരി. അപ്പൊ നിങ്ങളൊക്കെ ഒരു ഗ്രൂപ്പാണല്ലേ? നിനക്ക് ഞാൻ ശരിക്ക് തരാം. അയാളെ തന്തക്ക് വിളി അയാൾ പിൻവലിച്ചില്ലെങ്കിൽ ഈ ചർച്ചയിൽ നിന്നും ഞാൻ പോവാണ്. ഇല്ല, ഞാൻ പോവാ.
ഞാൻ ഇവരും കൂടെ ഇവിടെ ശരിയാകില്ല. അതായത് അത് നിങ്ങൾക്ക് ഉത്തരവില്ല, നിങ്ങൾക്ക് ഉത്തരവില്ല, അതുകൊണ്ട് ഉത്തരം കൊണ്ട് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നു. നിങ്ങൾക്ക് ഉത്തരവില്ല, നിങ്ങൾക്ക് ഉത്തരവില്ല, ഉത്തരം കിട്ടുമ്പോ ഇറങ്ങിപ്പോകും. അത് ബിരിയാണി നേരായി പോ 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 പോ. അനിൽ നമ്പ്യാർ എന്താ പറയുള്ളത്? നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തോ, എന്നെ ഇടപെടുത്തരുത്. അല്ല ഷാഫി ചാലിയെ താങ്കൾക്ക് ഉത്തരവില്ല, അതുകൊണ്ട് താങ്കൾ പോകുന്നു. അല്ലാതെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പിടിച്ച് ഇങ്ങനെ എന്റെ ഉത്തരം പ്രേക്ഷകർ തീരുമാനിച്ചോളൂ. കൊച്ചുകുട്ടികളെ പോലെ ബിഹേവ് ചെയ്യാതെ കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിഠായി ഡായ് ഡായ്. മനുഷ്യരെ തമ്മിൽ തല്ലിപ്പിക്കുക, മതങ്ങൾ തമ്മിൽ മതം ഭ്രാന്തായി കഴിഞ്ഞാൽ കുഴപ്പമാണ് നമ്പ്യാരെ. അതെ, അപ്പൊ പിന്നെ രക്ഷയില്ല. മതം ഭ്രാന്തായി കഴിഞ്ഞാൽ മറ്റുള്ളവരെ മേലെ മതം ഭ്രാന്താവുക. ചർച്ചയിൽ കണ്ടിന്യൂ ഇല്ല. ഇവർക്കൊക്കെ മതം ഭ്രാന്തായി മാറുകയാണ്. ഇതിന് പരിഹാരമില്ല. ഇൻക്യൂറബിൾ. ഒരിക്കൽ കൂടെ ജനിക്കണം എന്നാണ് ശ്രീ ഷാഫി ചാലിയെ പറഞ്ഞത്. അല്ല, നിങ്ങളുടെ തന്തക്കൊന്നും വിളിച്ചിട്ടില്ല, നിങ്ങളുടെ തന്തയ്ക്ക് വിളിച്ചിട്ടില്ല. നിങ്ങൾ അത് സ്വയം നിങ്ങളൊരു അവസരം നിങ്ങളെ ഒരിക്കൽ കൂടി ജനിക്കണം. നാണം ഉണ്ടോടാ നിനക്ക്? ഉത്തരമില്ലാതെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയം ഇതാ ഇറങ്ങിപ്പോവുകയാണ്. ആ കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓ പോയി പിണങ്ങിപ്പോയി. ഇതവര് സ്ഥിരം പരിപാടിയാ. അദ്ദേഹം ഈ സംവാദം തടസ്സപ്പെടുത്താൻ തുടക്കത്തിൽ ആ കുട്ടി പറഞ്ഞ പെൺകുട്ടി പറയുന്നത് അക്ഷരം പ്രതി ഇവിടെ ഏറ്റു പറഞ്ഞു, അത് പൊളിഞ്ഞു. ആ പൊളിഞ്ഞപ്പോൾ പിന്നെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. ഇത് കാണാനുള്ള ശക്തി തൽക്കാലം എനിക്കില്ല, അതുകൊണ്ട് ഞാൻ പോട്ടെ. ശരിയേട്ടാ.